മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം, ഒരാൾ മുആവിയനോട് പറഞ്ഞു, മുആവിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, അദ്ദേഹത്തിൻ്റെ ആ കരുത്തും അതേപോലെ തന്നെ ബുദ്ധിവൈഭവവും പ്രശസ്തമാണ്. ആ മുആവിയനോട് പറയണം, വല്ലാഹി ലതസ്തഖീമന്ന ബിനാ യാ മുആവിയ ഔ ലനുഖവ്വിമന്നക. ഒരാൾ വന്നിട്ട് പറയാണ്, മുആവിയ ഞങ്ങളെയും കൊണ്ട് നേരായ ജീവിതം നയിച്ചോ, അതില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ നേരെയാക്കും എന്നാണ് പറഞ്ഞത്. മുആവിയനോട് പറയണം, ഞങ്ങളോടൊത്തുള്ള ജീവിതം നേരെയാകണം നിങ്ങളുടേത്, അതല്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ നേരെയാക്കും എന്ന് പറഞ്ഞു. അപ്പം മുആവിയ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ എന്നെ നേരെയാക്കുക? അപ്പോൾ അയാൾ പറഞ്ഞ്, ബിൽ ഹഷബ്, വിറകും കൊള്ളി എടുത്തിട്ടാണ് നേരെയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പുറം പള്ളിപ്പുറാക്കുന്നുള്ള അർത്ഥത്തിൽ, അടിച്ചു ശരിയാക്കുന്ന അർത്ഥത്തിൽ പറഞ്ഞു. അപ്പോൾ മുആവിയ പറയാണ്, ഇതൻ അസ്തഖീം, എങ്കിൽ എന്നാ ഞാൻ നേരെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു ആ മനുഷ്യനോട്. കണ്ടോ, ഇതാണ് അവിവേകികളുടെ വർത്തമാനങ്ങളെ വിവേകം കൊണ്ട് നേരിട്ടാൽ അതാണ് അവധാനത, അതാണ് സഹനശീലം സമ്മാനിക്കുന്ന ഉത്കൃഷ്ട ഗുണം. നമ്മളോട് ഈ ഗുണമുള്ളവരായി, ഈ സ്വഭാവമുള്ളവരായി വർത്തിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന പേര് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഹിൽം എന്ന വിശേഷണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ ഹിൽമുള്ളവരായി നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മളുടെ ജീവിതം, അതിൽ സ്വഭാവങ്ങൾ നമ്മൾ മികച്ചതാക്കുവാനും സൽസ്വഭാവങ്ങളെ അഭ്യസിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളത്.